നമസ്കാരം. ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മലയാള മനോരമയാണ്. മലയാള മനോരമയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രത്തോടുകൂടി നൽകിയിട്ടുള്ളത് മൻമോഹൻ സിംഗിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് ഇന്ന് യാത്രാമൊഴി. മൻ താരം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. വലതുഭാഗത്തായി ഇന്ത്യയുടെ സാമ്പത്തിക ഉന്നമനത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച പ്രധാനമന്ത്രി എന്ന പേരുകേട്ട മൻമോഹൻ സിംഗിനെ അത്തരത്തിലൊരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് മലയാള മനോരമ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇടത് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യോപചാരം അർപ്പിക്കുവാനെത്തിയ ചിത്രം ഇടത് ഭാഗത്തായി നൽകിയിരിക്കുന്നു. അന്ത്യകർമ്മം 11:45 സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ എന്ന മറ്റൊരു പ്രധാനപ്പെട്ട തലക്കെട്ടും ആ വാർത്തയ്ക്കൊപ്പമുണ്ട്. ഇന്ത്യയെ ആധുനികതയിലേക്ക് കൈപിടിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകും. രാവിലെ 11:45 നിഗംബോധ് ഘാട്ടിലാണ് അന്ത്യകർമ്മങ്ങൾ. 7 ദിവസം ദുഃഖാചരണം എന്ന തലക്കെട്ടോടുകൂടി മറ്റൊരു കോളത്തിൽ ഒരു പ്രധാന വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള നാൾ വഴികളെല്ലാം മലയാള മനോരമ അതിൽ നൽകിയിട്ടുണ്ട്. 1991 മുതൽ 96 വരെ കേന്ദ്ര ധനമന്ത്രി, 2005 പ്രധാനമന്ത്രി, 2005 പ്രധാനമന്ത്രിയായിരിക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ജീവിത നിലവാരം ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി, 2005 പ്രധാനമന്ത്രിയായിരിക്കെ ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, 2006 പ്രധാനമന്ത്രിയായിരിക്കെ വനനിയമം, 2008 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ത്യ US ആണവ കരാർ, 2008 പ്രധാനമന്ത്രിയായിരിക്കെ കാർഷിക കടം എഴുതിത്തള്ളൽ, 2008 പ്രധാനമന്ത്രിയായിരിക്കെ ചന്ദ്രയാൻ, 2009 പ്രധാനമന്ത്രിയായിരിക്കെ വിദ്യാഭ്യാസ അവകാശ നിയമം, 2009 പ്രധാനമന്ത്രിയായിരിക്കെ ആധാർ, 2013 പ്രധാനമന്ത്രിയായിരിക്കെ ഭക്ഷ്യഭദ്രതാ നിയമം, 2013 പ്രധാനമന്ത്രിയായിരിക്കെ ഭൂമി ഏറ്റെടുക്കൽ പുനരധിവാസ നിയമം. ഇങ്ങനെ പ്രധാനപ്പെട്ട പല നിയമങ്ങളും പദ്ധതികളും ഒക്കെ കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിൻ്റെ ഈ വാർത്ത കേരള കൗമുദിയും വലിയ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് മൻമോഹന് രാജ്യത്തിൻ്റെ അശ്രുപൂജ എന്നുള്ളതാണ് തലക്കെട്ട്. ഇടതുഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ത്യോപചാരം അർപ്പിക്കുന്ന തൊഴുകൈകളോട് നിൽക്കുന്ന ചിത്രം കേരള കൗമുദിയും ആദ്യ പേജിൽ തന്നെ നൽകുന്നു. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ വലതുഭാഗത്ത് ഒരു കോളത്തിൽ ആ വാർത്ത നൽകിയിരിക്കുന്നു. മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി എന്ന നേരിട്ടുള്ള ഒരു തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന ചിത്രം, അതിനോടൊപ്പം അതിൻ്റെ താഴെ മൻമോഹൻ സിംഗിൻ്റെ ചിത്രത്തിന് മുൻപിൽ അന്ത്യോപചാരം അർപ്പിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ഇനി ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക ആദരവോടെ രാജ്യം എന്ന തലക്കെട്ടോടുകൂടി മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വലതുഭാഗത്തായി നൽകിയിരിക്കുന്നു. ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ വലിയ പ്രാധാന്യമാണ് ദീപിക നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വ്യത്യസ്തമാർന്നൊരു ചിത്രത്തോടു കൂടിയാണ് മാതൃഭൂമിയും മൻമോഹൻ സിംഗിന് പ്രണാമം അർപ്പിക്കുന്നത്. മൻമോഹൻ സിംഗിന് പ്രണാമം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇടതുഭാഗത്ത് ഇലയിൽ തീർത്ത അദ്ദേഹത്തിൻ്റെ ഒരു രൂപം, ആ രൂപത്തിൻ്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രത്തിൻ്റെ പ്രണാമം എന്ന തലക്കെട്ടോടു കൂടിയുള്ള വാർത്ത, അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊഴുകൈകളോട് നിൽക്കുന്ന ചിത്രമാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ഉൾപേജുകളിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകൾ RSSും അതിനോടൊപ്പം തന്നെ ശ്രീധരനും അതുപോലെ മുഖപ്രസംഗവുമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ചെറു വിവരണങ്ങൾ ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിൽ ആദ്യ പേജിൽ മറ്റ് ചില വാർത്തകൾക്കാണ് വലിയ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മൻമോഹൻ സിംഗിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന വാർത്ത ആദ്യ പേജിൽ താഴെ വലതുഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത്. അന്ത്യാഞ്ജലി അർപ്പിച്ച രാജ്യം മൻമോഹൻ സിംഗിന് ഇന്ന് വിട നൽകും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മലയാള മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ ഹൈക്കോടതി സ്റ്റേ, എസ്റ്റേറ്റുകളുടെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാം എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ട്. എസ്റ്റേറ്റ് ഉടമകൾ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി പറയുന്നു. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ കണ്ടെത്തിയ 2 എസ്റ്റേറ്റുകളുടെ ഭൂമി സർക്കാരിന് ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഉടമകൾക്ക് മതിയായ നഷ്ടപരിഹാരം മുൻകൂർ നൽകണമെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശിച്ചു. പുനരധിവാസം അടിയന്തരാവശ്യം, മുൻഗണന പൊതു താൽപ്പര്യത്തിനെന്ന് ഹൈക്കോടതി എന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോളവും അതിനോടൊപ്പം നൽകുന്നുണ്ട്. ഇതേ വാർത്ത കേരള കൗമുദിയും ഒരു പ്രധാനപ്പെട്ട വാർത്തയെ നൽകുന്നുണ്ട്. ഭൂമി ഏറ്റെടുക്കാമെന്ന ഹൈക്കോടതി, വയനാട് ടൗൺഷിപ്പ് തടസ്സം നീങ്ങുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാം എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കോളവുമുണ്ട്. അതിൽ ഒരു കാർട്ടൂണോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി ഹൈക്കോടതി തള്ളി, ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ
അതിനോടൊപ്പം പൊതു താൽപ്പര്യപ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് പരമാധികാരമുണ്ട്. നഷ്ടപരിഹാര തുക സർക്കാർ നിശ്ചയിക്കാമെന്ന് അടക്കമുള്ള ഹൈക്കോടതിയുടെ മറ്റ് ചില വീക്ഷണങ്ങളും ദേശാഭിമാനി എടുത്തു നൽകുന്നുണ്ട്. എന്നാൽ ജന്മഭൂമിയിൽ ആ വാർത്തയ്ക്ക് ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. ആദ്യ പേജിൽ മറ്റു ചില വാർത്തകൾക്കാണ് പ്രാധാന്യം ഏറെ നൽകിയിട്ടുള്ളത്. ഇനി മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമിയിൽ ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസം ഭൂമി ഏറ്റെടുക്കാം എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകുന്നു. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വയനാട് പുനരധിവാസത്തിൽ ഹൈക്കോടതി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. മലയാള മനോരമ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ നൽകിയിട്ടുള്ളത് ചാരെ ഓർമ്മകളായിരം എന്ന തലക്കെട്ടോടുകൂടി ഓർമ്മകൾ ചാരി കിടക്കുന്നു പൂമുഖത്തെ കസേരയിൽ. അതായത് വായനക്കാരുടെ മനസ്സിൽ അനുഭൂതികളുടെ മഞ്ഞു വീഴ്ത്തിയ പ്രിയപ്പെട്ട MDയുടെ ചാരുകസേരയെ ഒഴിഞ്ഞു കിടക്കുകയാണ്. തീർത്ഥാടനം പോലെ സാഹിത്യാസ്വാദകർ എത്തിയിരുന്ന സ്വീകരണ മുറിയിലെ സോഫയും. കൊട്ടാരം റോഡിലെ സിത്താര എന്ന വീട്ടിലെത്തുന്നവർ നിറകണ്ണുകളോടെ അവ രണ്ടും തൊട്ടുതലോടുന്നു. MD വാസുദേവൻ നായരുടെ സംസ്കാരം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിനം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ്സു കുനിച്ച് കൈകൂപ്പുന്നു അക്ഷരപ്രേമികൾ. എല്ലാവർക്കും നന്ദി പറഞ്ഞ അശ്വതി V. നായർ. MDയുടെ ചികിത്സാ സമയത്തും വേർപാടിലും തങ്ങളോടൊപ്പം നിന്നവർക്ക് നേരിട്ടും അല്ലാതെയും അനുശോചനം അറിയിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ച മകൾ അശ്വതി V. നായരുടെ കുറിപ്പ്. ഒരു പ്രത്യേക കോളത്തോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇടതുഭാഗത്ത് വലിയ പ്രാധാന്യം ആ വാർത്തയ്ക്ക് നൽകിയിട്ടുണ്ട്. ആ വാർത്തയ്ക്ക് പിന്നീട് പ്രാധാന്യം നൽകിയിട്ടുള്ളത് മാധ്യമമാണ്. ഇനി ഓർമ്മയിലെ അക്ഷരസുഹൃതം എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ MDയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന വാർത്തയെ നൽകിയിട്ടുള്ളത് ദേശാഭിമാനിയാണ്. സിതാരയിൽ ആ രചന ബാക്കി. കൂടല്ലൂരിനെ കുറിച്ച് നോവൽ സിതാരയിൽ ആ രചന ബാക്കി. അദ്ദേഹം എഴുതി പൂർത്തീകരിക്കാത്ത ഒരു രചന അവിടെയുണ്ട്. ആ രചനയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ദേശാഭിമാനി അവിടെ നൽകിയിട്ടുള്ളത്. ഗവർണർ നാളെ ബീഹാറിലേക്ക്. പുതിയ ഗവർണർ 2-ന് ചുമതലയേൽക്കും. അതായത് സർക്കാരിൻ്റെ ഔദ്യോഗിക യാത്രയയപ്പ് തീരുമാനിച്ചിട്ടില്ല. ബീഹാർ ഗവർണറായി നിയമിതനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നാളെ യാത്ര തിരിക്കും. 2-ന് ബീഹാറിൽ ചുമതലയേൽക്കും. കേരളത്തിൽ നിയമിതനായ ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും 2-നും കേരളത്തിൽ ചുമതലയേൽക്കും. ഈ വാർത്ത മറ്റ് പത്രങ്ങളിൽ ഉൾപേജുകളിലായിട്ടാണ് നൽകിയിട്ടുള്ളത്. മാധ്യമത്തിൽ ആ വാർത്തയ്ക്ക് ഇടം നൽകിയിട്ടുണ്ട്. പുതിയ ഗവർണർ 1-നെത്തും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഇനി കേരള കൗമുദിയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളായി നൽകിയിട്ടുള്ളത് മുനമ്പം വഖഫ് ഭൂമി 1902 രേഖകൾ ഹാജരാക്കണം. പാട്ടക്കരാറെങ്കിൽ വഖഫ് ഭൂമിയാകില്ല എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട വാർത്തയായി കേരള കൗമുദി നൽകിയിട്ടുള്ളത്. ചാർജ് മെമ്മോ ചീഫ് സെക്രട്ടറി വിശദീകരിക്കണമെന്ന് പ്രശാന്ത്. ആർക്കാണ് പരാതി? സസ്പെൻഷനിലുള്ള IAS ഓഫീസർ N. പ്രശാന്ത് അച്ചടക്ക ലംഘനത്തിന് ചാർജ് മെമ്മോ നൽകി ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം ആവശ്യപ്പെട്ടു. 7 കാര്യങ്ങൾക്കാണ് വിശദീകരണം തേടി കത്ത് നൽകിയത്. ഇതിന് മറുപടി ലഭിച്ചാലേ മെമ്മോയ്ക്ക് മറുപടി നൽകുവാനാകൂ എന്ന് പ്രശാന്തിൻ്റെ നിലപാട്. അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലകിനെയും വ്യവസായ വകുപ്പ് ഡയറക്ടറായിരുന്ന K. ഗോപാലകൃഷ്ണനെയും ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തിയതാണ് N. പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത്. ആർക്കാണ് പരാതി എന്ന തലക്കെട്ടോടുകൂടി തൻ്റെ ഫേസ്ബുക്കിൻ്റെ പോസ്റ്റുകൾക്കെതിരെ ജയതിലകും ഗോപാലകൃഷ്ണനും ആർക്കും പരാതി നൽകിയിട്ടില്ല. പിന്നെ സർക്കാരിൽ സ്വന്തം നിലയിൽ മെമ്മോ നൽകുന്നതിലെ യുക്തി എന്ത് എന്നടക്കമുള്ള ചില ചോദ്യങ്ങൾ അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. ആ 7 ചോദ്യങ്ങളും കേരള കൗമുദി നൽകിയിട്ടുണ്ട്. ഇതേ വാർത്ത മാധ്യമത്തിൽ ചീഫ് സെക്രട്ടറിയുടെ മെമ്മോയ്ക്ക് പ്രശാന്ത് IASന്റെ 7 ചോദ്യങ്ങൾ എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത പ്രാധാന്യത്തോടെ നൽകുന്നുണ്ട്. മാതൃഭൂമിയും ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. മെമ്മോയ്ക്ക് മറുപടി ചോദ്യം. ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ച N. പ്രശാന്ത് എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ക്ഷേമ പെൻഷൻ വാങ്ങി 74 ജീവനക്കാർക്കെതിരെ നടപടി എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു കേരള കൗമുദി. ക്ഷേമ പെൻഷൻ കൈപ്പറ്റി മൃഗസംരക്ഷണ വകുപ്പിലെ 74 ജീവനക്കാർക്കെതിരെ നടപടി. 10,76,000 രൂപയാണ് ഇവർ വാങ്ങിയത്. 18% പലിശ സഹിതം ഈ തുക തിരിച്ചുപിടിക്കാനാണ് ഉത്തരവ്. ഇതോടെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടപടി നേരിട്ട സർക്കാർ ജീവനക്കാരുടെ എണ്ണം 116 ആയി. 84 നിറവിൽ AK ആന്റണി എന്ന വാർത്ത കേരള കൗമുദി വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. അതേ വാർത്ത മാതൃഭൂമി ഇടത് ഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടുകൂടി ആന്റണിക്ക് ഇന്ന് ശതാഭിഷേകം എന്ന തലക്കെട്ടോടുകൂടി നൽകിയിട്ടുണ്ട്. മലയാള മനോരമയും ഉൾപേജിലായി ആ വാർത്ത നൽകിയിട്ടുണ്ട്. ആന്റണിക്ക് ഇന്ന് ശതാഭിഷേകം എന്നുള്ളതാണ് വാർത്ത. മലയാള മനോരമയുടെ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ BJP തമിഴ്നാട് പ്രസിഡന്റ് അണ്ണാമലൈ അനീതികളോട് പ്രതിഷേധിക്കാൻ ചാട്ടവാർ കൊണ്ട് സ്വയം അടിച്ചു. കേരളത്തിൽ ചാട്ടവാർ നിരോധിക്കേണ്ടി വരും എന്നുള്ളതാണ് ആ വാർത്തയുടെ ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിൽ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്ത് 117 തവണ. മൻമോഹനോമിക്സ് ദുഃഖമാണുണ്ണി, മൻ കി ബാത്ത് അല്ലോ സുഖപ്രദം
എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സന്തോഷ് ട്രോഫി കേരളം സെമിയിൽ എന്ന തലക്കെട്ടോടുകൂടി മാധ്യമം വാർത്ത നൽകുന്നു. 78ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ കേരളം സെമി ഫൈനലിൽ കടന്നു. ഡക്കാൻ അറീനയിൽ നടന്ന 3-ാം ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെ മറുപടിയില്ലാതെ ഒരു ഗോളിന് തോൽപ്പിച്ചാണ് കേരളത്തിന്റെ സെമി ഫൈനൽ പ്രവേശനം. പെരിയാർ ഇരട്ടക്കൊലക്കേസ് വിധി ഇന്ന് എന്ന വാർത്തയ്ക്ക് മാധ്യമം ആദ്യ പേജിൽ ഇടം നൽകുന്നുണ്ട്. പെരിയാർ ഇരട്ടക്കൊലക്കേസ് വിധി ഇന്ന് എന്ന വാർത്തയ്ക്ക് മാതൃഭൂമിയും ഇടതുഭാഗത്ത് ചെറിയ പ്രാധാന്യം നൽകുന്നു. സർവകലാശാല ലാസ്റ്റ് ഗ്രേഡ് നിയമനം ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയ്ക്ക് ഇടമുണ്ട്. വേദനിപ്പിക്കില്ല, സൂചിയില്ല സിറിഞ്ച് എന്ന തലക്കെട്ടോട് ഒരു കൗതുകരമായ വാർത്ത മാതൃഭൂമി ആദ്യ പേജിൽ നൽകുന്നു. അതായത് സൂചി പേടിയുള്ളവർ ഇനി കുത്തിവെപ്പിനെ പേടിക്കണ്ട. സൂചി കുത്തിയതിൻ്റെ വേദനയില്ലാതെ മരുന്ന് ശരീരത്തിലെത്തിക്കുന്ന സിറിഞ്ച് ബോംബെ IIT കണ്ടുപിടിച്ചു. പുതിയ ഷോക്ക് സിറിഞ്ച് തൊലിക്ക് നാശം വരുത്തുകയോ അണുബാധയുണ്ടാക്കുകയോ ഇല്ല എന്നുള്ളതാണ് ആ സിറിഞ്ചിൻ്റെ പ്രത്യേകത. ചെന്നൈയിൽ അണ്ണാ സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ലൈംഗിക അതിക്രമത്തിനെതിരായ സംഭവം സർക്കാരും പോലീസും ശരിയായി കൈകാര്യം ചെയ്യുന്നില്ലെന്ന് ആരോപിച്ച് ശരീരത്തിൽ സ്വയം ചാട്ടവാറ് കൊണ്ടടിച്ച് പ്രതിഷേധിക്കുന്ന BJP തമിഴ്നാട് അധ്യക്ഷൻ K അണ്ണാമലൈ ഉൾപേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. ജന്മഭൂമി ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു. അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം തമിഴ്നാട്ടിൽ പ്രതിഷേധ കൊടുങ്കാറ്റ്. ശരീരത്തിൽ സ്വയം ചാട്ടവാറടിച്ച അണ്ണാമലയുടെ പ്രതിഷേധം. ആ ചിത്രവും അതിനോടൊപ്പം തന്നെ വലതുഭാഗത്തായി നൽകിയിട്ടുണ്ട്. ജാതി തലക്കനം ഒഴിഞ്ഞ് വട്ടവട എന്ന തലക്കെട്ടോടുകൂടി ജാതി വിവേചനം കാരണം സ്വന്തം നാട്ടിലെ ബാർബർ ഷോപ്പുകളിൽ മുടിവെട്ടാൻ കഴിയാത്ത ഒരു ജനത. 4 വർഷം മുൻപ് വരെ വട്ടവടയിലെ ചക്ലിയ വിഭാഗക്കാരുടെ അവസ്ഥ ഇതായിരുന്നു. എന്നാൽ മാതൃഭൂമി നൽകിയ വാർത്തകളിലൂടെ 2 ആഴ്ച കൊണ്ടൊരു സാമൂഹിക വിപ്ലവം തന്നെ ഉണ്ടായി. മാരുതി 800ന്റെ ശില്പി അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് മാതൃഭൂമി ഇടം നൽകുന്നു. കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ 6 തവണ സ്വന്തം ശരീരത്തിൽ ചാട്ടവാറടിച്ച അണ്ണാമലൈ DMK സർക്കാർ വീടും വരെ ചെരുപ്പിടില്ല. എത്ര മനോഹരമായ ആചാരങ്ങൾ ഇവിടെയും ഉണ്ടായാൽ പൊളിക്കും എന്നുള്ളതാണ് ആ വാർത്ത ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ക്ഷേത്ര ഉത്സവങ്ങൾക്കുള്ള നിയന്ത്രണം ഹിന്ദുക്കളോടുള്ള വെല്ലുവിളി. ഹിന്ദു ഐക്യവേദി എന്ന വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. കോൺഗ്രസ് പോസ്റ്ററുകളിൽ ഭൂപടത്തെ വികലമാക്കി, നടപടി വേണമെന്ന് BJP. ആ വാർത്തയ്ക്ക് ഇടം നൽകുന്നു ജന്മഭൂമി. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ 2025 മാർച്ച് 6 മുതൽ 9 വരെ കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതിൻ്റെ പ്രധാന വാർത്ത ഉൾപേജിലാണ്. ചിത്രത്തോടുകൂടി ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ ഇടം നൽകുന്നുണ്ട്. രൂപയ്ക്ക് വീണ്ടും തകർച്ച എന്ന വാർത്തയ്ക്ക് ഇടം നൽകുന്നു ദേശാഭിമാനി. നാളെ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം.